الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. സൂറത്തുൽ മുഅ്മിനൂനിലെ ഉലൈക ഹുമുൽ വാരിസൂൻ എന്ന ആയത്തിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ ശുആറയിലെ ഒരു പ്രാർത്ഥനയാണ് പഠിച്ചത്. ഓർമ്മണ്ടല്ലോ, സൂറത്തുൽ ശുആറയിലെ ഒരു പ്രാർത്ഥന, റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ വജ്അൽനി മിൻ വറസതി ജന്നത്തിൻ നഈം വജ്അൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. പഠിച്ചത് ഓർമ്മണ്ടല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രാർത്ഥനയാണ് പഠിച്ചത്. ആ പ്രാർത്ഥന നിർബന്ധമായിട്ട് കാണാതെ എല്ലാവരും പഠിക്കണം. അത് നമ്മൾ സ്വർഗത്തിൻ്റെ അനന്തരാവകാശം അള്ളാഹുവോട് ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഒരു പ്രാർത്ഥന കാര്യമായിട്ട് പഠിച്ചത്. പക്ഷേ ഇന്ന് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരാൾ കോപ്പുണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ നാട്ടിൽ പോയ ആൾക്കാരുണ്ടാവും, പിന്നൊക്കെ ഉണ്ടാകും. ഞാനതായത് എനിക്കൊരു രോഗം ഒരു മരുന്നിൻ്റെ പ്രശ്നിക്കുന്ന ആവശ്യമുള്ള യാത്രയാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ പല ആൾക്കാരും മുമ്പുള്ള ആളുകളായി ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് റമളാനിലെ എല്ലാ അമലുകളും കബൂൽ ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. ശവ്വാലിലെ 6 നോമ്പ് തുടർച്ചയായി എടുക്കാൻ പറ്റിയ ആൾക്കാർ തുടർച്ചയായിട്ട് തന്നെ 6 നോമ്പ് എടുക്കുക. അതല്ലാത്ത ആളുകൾ സുത്തും ശവ്വാലിൽ ഏതെങ്കിലും ഒരു ദിവസം നോമ്പനുഷ്ഠിക്കുക. ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്തായിരുന്നാലും ശവ്വാലിൽ 6 നോമ്പ് നമ്മളെ അക്കൗണ്ടിൽ കടന്നോട്ടെ. അത് അങ്ങനെ തന്നെ തുടർച്ചയായിട്ട് ചെയ്യണേ, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ശവ്വാൽ വീണ്ടും മുമ്പ് ഒരു ദിവസം നോമ്പ് നമ്മൾ നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ റമളാനിൻ്റെ അവസാനത്തിൽ നമ്മുടെ മനസ്സിലുണ്ടായ ചിന്ത എന്താണെന്ന് വെച്ചാൽ പഠിച്ചവനെ ഇത് തീർന്നിട്ടില്ലെങ്കിൽ എന്നും ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ചിന്തിച്ചു. കാരണം എന്താ വെച്ചാൽ ഒരു മാസം കൊണ്ട് നമ്മുടെ ശരീരവും മനസ്സും കയ്യിലും പാകപ്പെടും. പിന്നെ എത്ര കഠിനമായ ചൂടാണെങ്കിലും എത്ര കഠിനമായ വിഷമി നമുക്കുണ്ടായാലും എത്ര പ്രയാസപ്പെട്ടാലും നമ്മൾ അതിനേക്കാൾ ലേക്ക് ചെയ്തിരുന്നു. അപ്പൊ ഇനി ആ ഒരു 29 നോമ്പിന്റെ പോലെ 30 നോമ്പിന്റെ പോലെ 30 നോമ്പ് കൂടി കിട്ടിയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, അങ്ങനെ പോകും എന്ന് നമ്മൾ അതിലേക്ക് കണ്ട് ഏകി ചേർന്നിരുന്നു അല്ലേ. അപ്പം നമ്മൾ പിന്നെ സ്റ്റോപ്പ് ചെയ്യണം, മാസം കണ്ട സ്റ്റോപ്പ് ചെയ്യണം, നിർത്തണം. അത് റസൂൽ കണ്ടതാണ്. നമ്മളെ ഹിലാല് കണ്ടാൽ നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ട് എന്നും ഇതേപോലെ നോമ്പായിരുന്നെങ്കിൽ എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷെ ആ ആഗ്രഹം നമ്മളെ കബൂലാക്കരുത്. എന്നും നോമ്പായിരുന്നെങ്കിൽ എന്ന് നമ്മുടെ ആഗ്രഹമല്ല, അത് കബൂലാക്കണമെങ്കിൽ ഈ 6 നോമ്പിലൂടെ ഒരു 6 നോമ്പ് നോറ്റാൽ കൊല്ലം മുഴുവനും നോമ്പ് നോറ്റ പോലെയാണ്. എന്നും ജീവിതം മുഴുവൻ എപ്പോഴും നോമ്പ്. കാരണം കുറച്ചൊക്കെ ഈമാനുള്ള ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുന്ന ചിന്തമാണ്. ഈമാൻ ഇല്ലാത്തവരുടെ മനസ്സിലെന്താണ്ടാകുന്നത് വെച്ചാൽ ഇതാണ്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ നിയന്ത്രണങ്ങളൊക്കെ കുറച്ച് കൂടിയല്ലേ. ഇത് ഒക്കെ തിന്മ ചെറിയ ചെറിയ തിന്മകളൊക്കെ നിർത്തിയേക്കേണ്ടത് കുറച്ചും കൂടി ഇല്ല. അത് കഴിഞ്ഞാൽ നമുക്ക് തിന്മ തുടങ്ങില്ല എന്നുള്ളത് ഇമാനില്ലാത്തത്. പക്ഷെ ഇമാനുള്ളവരുടെ മനസ്സിലെന്താണ്ടാകുക, ഇമാനുള്ളവരുടെ മനസ്സിലുണ്ടാകുക പക്ഷേ നോമ്പായപ്പോൾ കുറേ സൂക്ഷ്മത പാലിക്കാൻ കഴിഞ്ഞു, കുറേ ഗുണം ഓടാൻ കഴിഞ്ഞു, അതിനസ്കാരം മുടങ്ങിയിട്ടില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഇനി മരിക്കണത് വരെ ഇങ്ങനെ പോകാൻ കഴിഞ്ഞാൽ ഒരു ഇമാണ മനുഷ്യന്റെ മനസ്സിലെ ചിന്ത മറ്റുള്ള സമയത്ത് ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തു. അപ്പോൾ ഇനി മരിക്കണത് വരെ ഇങ്ങനെ പോകാൻ പറ്റുകയാണെങ്കിൽ അതാണത് എന്നും നോമ്പായിരുന്നെങ്കിൽ മാത്രം കൂലിയും പ്രതിഫലം കിട്ടും. അപ്പൊ ആ ഒരു ആഗ്രഹം മനുഷ്യന്റെ ഈമാനുള്ള മനുഷ്യന്റെ മനസ്സിന്റെ ആഗ്രഹം അത് നടപ്പിലാക്കി ചെയ്യണം. അല്ല പറഞ്ഞു ഇവിടെ ഒരു 6 ദിവസം കൂടി കാണുന്നതാക്കല 6 ദിവസം കൂടി ആണ് നോക്കി ചൊവ്വാൽ അങ്ങനെ നോറ്റാൽ അതിന്റെ കാലം മുഴുവൻ ഉദ്ദേശിക്കുന്ന ആയുസ് മനുഷ്യന്റെ ആയുസ് മുഴുവൻ നോക്കുമ്പോഴുള്ള കൂലിയാണ് കിട്ടുക എന്നുള്ളത്. ഒരു കൊല്ലം മുഴുവൻ എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലം മുഴുവനും പിന്നെ അടുത്ത സുഹൃത്തുക്കൾ
അതങ്ങനെ ദൈവന്റെ കാലത്താണ്. ഒരു മനുഷ്യന്റെ കാലം മുഴുവനും നോമ്പ് നോറ്റ പോലെയുള്ള കൂലിയാണ് ഈ 6 എണ്ണം. അത് നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇടക്കിടക്ക് നമുക്ക് ആ ദിവസം. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്ത്രീകൾക്ക് സംശയം ഉണ്ടാവും, പിന്നെ അവർക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഫർളായ നോമ്പല്ലേ ആദ്യം കൂട്ടേണ്ടത്, അപ്പോൾ ആ ഫർളായ നോമ്പ് ആദ്യം കൂട്ടിയിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ചിന്ത ഉണ്ടാവും. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാന്നറിയാം, പിന്നെ ഈ ആള് നോമ്പിനെ കുറിച്ച് അതിനെ തബഅ ചെയ്യാനുള്ളൊരു പ്രയോഗമുണ്ട്. അതായത് ഒരു റമദാൻ മുഴുവൻ നോമ്പ് കൊടുക്കുകയും പിന്നെ ഒരു 6 എണ്ണത്തെ തുടർത്തുക. അത് ഈദുൽ ഫിത്ർ കഴിഞ്ഞ ഉടനെ 6 തുടർത്തുക. അത് കഴിയാത്ത ആളുകൾക്കാണ് അഫ്ളൽ. അത് കഴിയാത്ത ആളുകൾക്കാണ് പിന്നെ സുത്തമിൻ ശവ്വാൽ പറഞ്ഞത്. അതായത് ചൊവ്വാലിന് ഏതെങ്കിലും ഒരു 6 പറഞ്ഞത്. അപ്പം സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഫർളായ നോമ്പ് ഒരു 7 നോമ്പ് സ്വാഭാവിക ആരോഗ്യമുള്ള ഒരു പെണ്ണിന് ഒരു 7 നോമ്പെങ്കിലും പോയിട്ടുണ്ടാവും. അപ്പൊ ആ 7 നോമ്പ് അവർക്ക് നോട്ടിട്ടുണ്ട് അടുത്ത റമദാൻ വരെ അവസരമുണ്ട്. എങ്ങനെ അടുത്ത റമദാൻ വരെ ഒരു പെണ്ണിന് അവസരമുണ്ട് ആ ഫർളായ നോമ്പ് നോട്ടിവിട്ടാൽ. അപ്പം ഈ ശവ്വാലിലെ നോമ്പ് ശവ്വാലെ പറ്റും, ഇത് പറ്റില്ല, അത് കൊടുക്കാതെ കടന്നത് പറ്റില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു തുടർച്ചയായിട്ടുള്ള കൂലി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പം ഒരു പിന്നെ റമദാൻ കഴിഞ്ഞു, റമദാൻ 30 പൂർത്തിയാക്കി അല്ലെങ്കിൽ 20 പൂർത്തിയാക്കി ഈദുൽ ഫിത്ർ കഴിഞ്ഞു. അപ്പൊ ഇനിയുള്ള ഒരു 6 എണ്ണം ആ 6 നോമ്പ് വായിക്കണം, അത് കൊടുക്കാം. 6 നോമ്പ് വായിക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഉള്ള കാരണം ഇതും അതും കൂടി ഇതായി ആ ദിവസങ്ങളിൽ ഇത് കിട്ടിങ്ങാണ്ട് രണ്ടും കൂടി പറയാൻ പറ്റില്ല. അങ്ങനെ സംഭവം ഇല്ല. അല്ലല്ല, അങ്ങനെ ഫർളിന്റെ നിയ്യത്ത് വെച്ച് ഫർളിന്റെ നിയ്യത്ത് വെച്ചാൽ ഫർളെ കിട്ടും. പിന്നെ അതിന് ശേഷം പിന്നെ 6 നോക്കണം. അതേ സമയത്ത് ഈ റമദാൻ ശവ്വാലിനെ തുടർത്തുക എന്ന ശവ്വാലിനെ 6 നോമ്പ് തുടർത്തുക എന്ന ഒരു കൂലി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, കാരണം ഒരു പെണ്ണിന് ഈ നോമ്പ് പോകാനുള്ള പ്രകൃതി ആര് വെച്ച പ്രകൃതിയാണ്? അള്ളാഹ് വെച്ച പ്രകൃതിയാണ്. മനസ്സിലായി? അത് ഇവിടെ കുഴപ്പമില്ല, അള്ളാഹ് വെച്ച പ്രകൃതിയാണ്. അപ്പൊ ഈ കൂലി നഷ്ടപ്പെടാതിരിക്കാൻ പണ്ഡിതന്മാർ പറഞ്ഞത് അവർക്ക് എന്ത് ചെയ്യാം, ഈ ചൊവ്വാലിന്റെ അതിനെ തുടർച്ചയായിട്ട് കൊണ്ടുപോയി നോമ്പന്നെ അവിടെ നോക്കുകയും എന്നിട്ട് ആ കൂലി ഏത് കൂലി ഒരു കൊല്ലം മുഴുവൻ നോമ്പ് നോട്ട കൂലി കേൾക്കുകയും ഉടനെ തന്നെ എന്ത് ചെയ്യാം, ഫർളായ നോമ്പ് നോട്ടി കൂട്ടാൻ നോമ്പ് ആ നിയ്യത്ത് വെച്ചിട്ട് നോട്ടി കൂട്ടുക. ഫർളായ നോമ്പ് ഞാൻ നോട്ടി കൂട്ടുകയാണെന്നുള്ള നിയ്യത്ത് വെച്ചാൽ ഈ ദിവസങ്ങളിൽ ഫർളായ നോമ്പേ കിട്ടുള്ളൂ. പിന്നെ ചൊവ്വാലിൽ നിന്ന് 6 ദിവസത്തുള്ള മറ്റേ നോമ്പേ കിട്ടുള്ളൂ. അപ്പൊ ഇതിനെ തുടർച്ചയായി നോക്കാന്നുള്ള ആ ഒരു അഫ്ളൽ ഉണ്ടല്ലോ, ആ അഫ്ളൽ ഒരു പെണ്ണിന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ഡിതന്മാരെന്ത് അത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും എല്ലാവരുടെയും മനസ്സ് നന്നാവുകയും ചിന്ത നന്നാവുകയും പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി ചെയ്യുക. പിന്നെ അപ്പോൾ കൂടുതൽ വിഷയം പഠിക്കുക എന്നത് പ്രകാരം നമ്മൾ അങ്ങനെ ചെയ്യുക. ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ള ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ എന്താണോ അത് നേടിയെടുക്കാൻ പറ്റിയ രൂപത്തിൽ അല്ലാഹു തആല നമുക്ക് എല്ലാ അമലുകളും പഠിപ്പിച്ചു തന്നു എന്നതാണ്. ഇന്നത് മാത്രമല്ല, എന്തെങ്കിലും ഒരു ചെറിയ തകരാറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളോ ദുർബലതകളോ ഒക്കെ വന്നു പോയാൽ അതിന്റെ പേരിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട. മുമ്പിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ ഫാൾട്ടുകളെ പേരിൽ ടെൻഷൻ ആവണ്ട. അപ്പൊ അതാ പറഞ്ഞ ഒരു കാര്യം ചെയ്താണ്, പിന്നെ സക്കാത്ത് കൊടുക്കി. സക്കാത്ത് തുഴമത്തുലിൽ മസാക്കിൻ മാത്രമല്ല, തുഹ്റത്തുൽ സായിമാണ്. തുഹ്റത്തുൽ സായിമാണ് തുഴമത്തുലിൽ മസാക്കിനാണ്. അത് തുഹ്റത്തുൽ സായി നോമ്പുകാരനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഫിത്ർ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ശുദ്ധീകരണ പ്രധാന നിയ്യത്ത് വെച്ചിട്ട് കൊടുക്കണം. വെറുതെ നമ്മൾ അതിന്റെ അളവെടുക്കാൻ വെച്ചിട്ട് തപ്പിച്ച് ബിരിയാണി കൈ കൊടുക്കണം, നെയ്ച്ചോറ് കൈ കൊടുക്കണം, മസാല കൊടുക്കണം, കിറ്റ് കൊടുക്കണം, അണ്ടിപ്പരിപ്പ് വേണം, മുപ്പിലടി തറക്കല്ല വേണം. മറിച്ച് എന്താ വേണ്ടത്, നമ്മൾ കൊടുക്കുമ്പോൾ മുട്ടി ആഹാരം കൊടുക്കുക, ആഹാരം നമ്മൾ കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, ആരും പണി കിടക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം അതിനൊക്കെ മുന്നിലുള്ളത് എന്താണ്, നമ്മൾ ഈ കൊടുക്കുമ്പോൾ നമ്മളെ നോമ്പിൽ വന്നിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഏതൊരു ഇബാദത്തും നമുക്ക് ഗുണകരമാക്കി മാറ്റാനുള്ള അവസ്ഥകളും അവസരങ്ങളുമാണ് ആര് തന്നിട്ടുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ശരി, ഇനി നമുക്ക്
ഇതിൽ പഠിക്കാനുള്ളത് അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫിഹാ ഖാലിദൂൻ. ഇതിൽ പഠിക്കാനുള്ളത് അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫിഹാ ഖാലിദൂൻ. നമ്മൾ ആയത്തിൽ കാണാൻ രണ്ടായിരം കൂട്ടിയാൽ പിടിച്ചത്. അപ്പം ഉലായിക ഹുമുൽ വാരിസൂൻ, അവരാകുന്നു സ്വർഗത്തിന്റെ അനന്തരാവകാശി. എന്നിട്ട് അള്ള പറയാം അല്ലദീന, ആരാണവർ? യരിസൂന, വറസ യരിസു, വറസ യരിസു, അതിന്റെ യരിസൂന, അതിന്റെ ബഹുവചനമാണ് യരിസൂന എന്ന്. ഇതിന്റെ ഈ യരിസും അത് നമ്മളെങ്ങനെ സർഫാക്കി വരുമ്പോൾ അത് അവസാനം യരിസൂന എന്ന് പറയും. അവർ യരിസു എന്ന് പറയുമ്പോൾ ഒരാളാണ്, യരിസൂന എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതൽ യരിസൂന, അവർ എന്നർത്ഥം. അല്ലദീന അവർ കൂട്ടരാണ്, യരിസൂന അവർ അനന്തരമെടുത്തിരിക്കുന്നു. എന്ത്? അൽ ഫിർദൗസ, ഫിർദൗസ്, അൽ ഫിർദൗസ് അല്ല, അൽ ഫിർദൗസ്, ഫിർദൗസിനെ അവർ അനന്തരമെടുത്തിരിക്കുന്നു. അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും അവർ ഫീഹാ അതിൽ ഖാലിദൂൻ, നിത്യവാസികളാണ്. ഖാലിദിന്റെ ജപ്പാണ് ഖാലിദൂൻ, ഖാലിദൂൻ നിത്യവാസി, സ്ഥിര താമസക്കാരൻ. ഖാലിദൂൻ അതിന്റെ ബഹുവചനമാണ് ഖാലിദൂൻ. ഖാലിദ്, ഖാലിദൂൻ. അപ്പൊ അല്ലദീന യാതൊരു കൂട്ടരാണ്, യരിസൂന അർത്ഥം യരിസൂന അവർ അനന്തരമെടുത്തിരിക്കുന്നു. അൽ ഫിർദൗസ, ഫിർദൗസിനെ അവർ അനന്തരമെടുത്തിരിക്കുന്നു. ഹും അവർ ഫീഹാ അതിൽ ഖാലിദൂൻ നിത്യവാസികളാണ്, സ്ഥിരവാസക്കാരാണ്. അപ്പൊ ഒരുമിച്ച് അർത്ഥം ഒരുമിച്ച് അർത്ഥം. അതായത് അവർ ഫിർദൗസിലെ അനന്തരമെടുത്തവരാകുന്നു. അതിലവർ നിത്യവാസികളായിരിക്കും. പരിശുദ്ധ ഖുർആനിൽ ശ്രദ്ധിക്കാം, കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം ഈ ക്ലാസ്സിൽ. പരിശുദ്ധ ഖുർആനിൽ ഫിർദൗസ് എന്ന് 2 സ്ഥലത്തെ വന്നിട്ടുള്ളൂ. ഖുർആനിൽ
പരിശുദ്ധ ഖുർആനിൽ അൽ ഫിർദൗസ് എന്ന് പരിശുദ്ധ ഖുർആനിൽ 2 സ്ഥലത്ത് മാത്രമേ വന്നിട്ടുള്ളൂ. ഒന്ന് നമ്മൾ ഈ കൊടുക്കുന്ന സൂറത്തുൽ മുഅ്മിനൂനിലാണ്, മറ്റൊന്ന് സൂറത്തുൽ അൽ കഹ്ഫിലാണ്. ഈ 2 സ്ഥലത്തേ വന്നിട്ടുള്ളൂ ഫിർദൗസ്. ഫിർദൗസ് എന്ന വാക്ക് ശരിക്കും ഗ്രീക്ക് പദമാണ്, യുനാനി പദത്തിൽ നിന്നാണ് ഈ ഫിർദൗസ് എന്ന വാക്ക് ആ പദം വന്നിട്ടുള്ളത്. ഏതാണ് ഈ പർദീസ എന്ന് പറയുന്നത്. പർദീസ എന്ന് ഈ സ്വർഗത്തെ കുറിച്ചിട്ട് ഈ ബൈബിളിലൊക്കെ പർദീസ എന്ന് പറയുന്നത് ഈ ഫിർദൗസ് എന്ന വാക്കിൽ നിന്ന് വന്ന വാക്കായിട്ടാണ്. അപ്പം എന്താണ് ഈ ഫിർദൗസ് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ അത് ഒരു പ്രത്യേകമായ വേറെ എന്തെങ്കിലും ഒരു വാക്ക് ഒരു അർത്ഥമായി കൊടുത്തിട്ടില്ല. മറിച്ച് എന്താണ് ഫിർദൗസ് എന്ന് പറഞ്ഞാൽ അത് അഅലൽ ജന്ന, അഅലൽ ജന്ന സ്വർഗത്തിന് ഏറ്റവും അത്യുന്നതമായ സ്വർഗമാണ് എന്ത് ജന്നാത്തുൽ ഫിർദൗസ്. അങ്ങനെയാണ് വിശദീകരണം കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹ് പറഞ്ഞ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അവിടെ തുടങ്ങിയല്ലോ. ആ വിജയിച്ച മുഅ്മിൻ ആരാണ്? ജന്നാത്തുൽ ഫിർദൗസിൽ അനന്തരം കിട്ടുന്നവൻ ആരാണോ അവൻ. ജന്നാത്തുൽ ഫിർദൗസിൽ അനന്തരം കിട്ടുന്നവൻ ആരാണോ അവൻ. അപ്പൊ അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ ചോദിക്കുമ്പോൾ എന്ത് ചോദിച്ചോളി, അത് ചോദിച്ചോളി, താഴെക്കുള്ളൊന്നും ചോദിക്കണം, ഏറ്റവും മുൻപിൽ ചോദിക്കല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണമാണ്. അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും ഇപ്പൊ നമ്മൾ ഖുർആനിൽ 2 സ്ഥലത്താണ് ഫിർദൗസ് പറഞ്ഞതുപോലെ അതിൽ ഒന്ന് ഇപ്പൊ നമ്മൾ പഠിച്ചു. ഇതാണ് സൂറത്തുൽ മുഅ്മിനൂനിലെ ഈ ആയത്തുകളിൽ പഠിച്ചു. അതിന്റെ മേലെ നമ്മൾ അത് മുതൽ കൊണ്ട് തുടങ്ങിയിട്ട് ഇതുവരെ പഠിച്ച നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ വിഷയങ്ങളൊക്കെയും ജന്നാത്തുൽ ഫിർദൗസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആഗ്രഹം അത് കിട്ടണമെന്ന ആഗ്രഹം സഫലമാകാനുള്ള നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞു നോക്കിയത്. ഇനി ഇതിൽ വന്നിട്ടുള്ള മറ്റൊരു സ്ഥലം സൂറത്തുൽ കഹ്ഫാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഭാഗം മാത്രമേ നമുക്ക് വേണ്ടി അവസാനിപ്പിക്കാം. എന്താണ് അൽ കഹ്ഫിൽ അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിനെ കുറിച്ച് പറഞ്ഞത്? അപ്പൊ നമ്മൾ നിർബന്ധമായിട്ടും അതിൽ ചില ആയത്തുകൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിന്റെ അവസാന ഭാഗത്താണ് ജന്നാത്തുൽ ഫിർദൗസിനെ കുറിച്ച് പറയുന്നത്. അതായത് സൂറത്ത് അൽ കഹ്ഫിന്റെ 107-ാമത്തെ ആയത്തിലാണ് പറയുന്നത്. അപ്പൊ ഇവിടേക്ക് എത്താൻ ശ്രദ്ധിക്കാം. ഇവിടേക്ക് എത്താൻ വിശ്വസിക്കുകയും കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നത് അതിന് മുകളിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. അതിന് മുകളിൽ പറയുന്ന കാര്യം കഥ ചരിത്രമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥ പറഞ്ഞു. അതൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അതിനിടയ്ക്ക് ദുൽഖർനൈനിയെ കുറിച്ചൊക്കെ പറഞ്ഞു. ദുൽഖർനൈനിയെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു തആല ദുൽഖർനൈനി ഒരു ഈമാനുള്ള തഖ്വയുള്ള ഒരു ഭരണാധികാരിയാണ് ദുൽഖർനൈൻ. അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വകാന വഅദു റബ്ബി ഹഖ്ഖൻ. 98-ാമത്തെ ആയത്ത്. വകാന പറയൂ. വകാന വഅദു റബ്ബി അവസാനം 98-ാമത്തെ ആയത്ത് അവസാന ഭാഗം. قال هذا رحمة من ربي فإذا جاء وعد ربي جعله دكا. ആ അണക്കെട്ട് അല്ലാഹുവിന്റെ കൽപ്പന വന്നാൽ അത് പൊട്ടി തകർന്നു പോകും. എന്നിട്ട് അധികം പറയുന്ന വാക്ക് വകാന വഅദു റബ്ബി ഹഖ്ഖ. എന്റെ റബ്ബിന്റെ വഅദ സത്യമാണ്. വകാന വഅദു റബ്ബി ഹഖ്ഖ. ഇത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ആവർത്തിച്ച് ഒരു തവണ പല തവണ വ്യത്യസ്ത രൂപത്തിൽ ഒരു മുഅ്മിനിന്റെ പ്രഖ്യാപനമായി അത് ഈമാൻ ശക്തമായ ഈമാനിൽ നിന്നുള്ള പ്രഖ്യാപനമായിട്ട് എടുത്ത് പറഞ്ഞ സംഗതിയാണ്. അതായത് ഇതിനെ ആരൊക്കെ സംശയിച്ചിട്ടുണ്ടോ റബ്ബിന്റെ വഅദാനെ മത്താഹാദൽ വഅദ് ഖുർആൻ വായിച്ചിട്ട് അത് ചോദിക്കാത്ത സമയമില്ല. എല്ലാ വിഷയങ്ങളും ചോദിച്ചെടുത്താണ് മത്താഹാദൽ വഅദ്. എപ്പോഴാണ്? ഏത് കൊല്ലം, ഏത് ടൈം, എപ്പോഴും
യാസീന്റെ മത്താഹാദൽ വാഇദ് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഖുർആനിലെ മൊത്തം ആ ചോദ്യം ആരൊക്കെ ചോദിച്ചു? അതിൽ അതുകൊണ്ട് വേണ്ടതാണ്, നോട്ട് റെഡിയാണ് കഴിക്കുന്നത്. ആ ചോദ്യം ആരൊക്കെ ചോദിച്ചു, ഏത് കാലക്കാർ ചോദിച്ചു, അന്ന് അതിനെ കുറിച്ച് വ്യത്യസ്തങ്ങളായ മറുപടികളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മറുപടികൾ വിളിക്ക് കൊടുക്കുന്ന മറുപടിയാണ് പഠിച്ചാൽ കൊടുത്തത്. ഇവിടെ നോക്കി നിങ്ങൾ ഈ ദുൽഖർനൈനിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ രൂപത്തിലുമുള്ള ഐശ്വര്യങ്ങളും അധികാരങ്ങളും ഒക്കെ കൊടുത്ത് അദ്ദേഹം പറഞ്ഞ വാക്ക് വകാന വഅദു റബ്ബി ഹഖ, എന്റെ റബ്ബിന്റെ വഅദ് ഹഖ അല്ലെ. റസൂൽ ഇത് പറഞ്ഞ സ്ഥലം എവിടെയാണ്? റസൂൽ ഇത് പറഞ്ഞ സ്ഥലം എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ സ്ഥലം നബിന്റെ രാത്രി നമസ്കാരത്തിന്റെ സുജൂദിലാണ്. നബിന്റെ രാത്രി നമസ്കാരത്തിന്റെ സുജൂദിലാണ്. അല്ലാഹുമ്മ അൻതൽ ഹഖ് വവഅദുകൽ ഹഖ്. അല്ലാഹുമ്മ അൻത മലിക്, അല്ലാഹുമ്മ അൻതൽ മലിക്, അല്ലാഹുമ്മ അൻത ഖയ്യൂമുസ് സമാവാതി വൽ അർദ്. ഇങ്ങനെ പറഞ്ഞ അവസാനം അല്ലാഹുമ്മ അൻതൽ ഹഖ് വവഅദുകൽ ഹഖ്. എന്നിട്ട് ആ വഅദിനെ ഓരോന്നിനെ എടുത്ത് പറയാം. അതിൽ നാറ് ഹഖാണ്, ജന്നത്ത് ഹഖാണ് എന്നൊക്കെ റസൂൽ രാത്രി നമസ്കാരത്തിൽ. അപ്പൊ അത് അങ്ങേയറ്റത്തെ ഈമാനിൽ നിന്നുണ്ടാകുന്ന വാക്കാണ്. ദുൽഖർനൈനിലെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്താണ് ഈ വിഷയം പറഞ്ഞത്. എന്താ അദ്ദേഹത്തിന് പറയുന്ന കാര്യമില്ല. കാരണം എന്താണ്? എല്ലാ അധികാരങ്ങളും സ്ഥാനത്തും എല്ലാം നൽകപ്പെട്ട വ്യക്തിയാണ്. എന്നിട്ട് അടുത്ത ആയത്തില് ഈ യഅജൂജ് വഅജൂജിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് കാഹളത്തിൽ രൂപപ്പെടുന്ന എല്ലാവരെയും നാം ഒരുമിച്ച് കൊണ്ടും തിരമാലകൾ പോലെ അവരിങ്ങനെ അടിച്ച് കയറും എന്നൊക്കെ പറയുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയാണ് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടും. ഇനി അടുത്ത ആയത്ത്, മൂന്നാമത്തെ ആയത്ത് അൽ-ഗഫിൽ 100. അന്നേ ദിവസം ജഹന്നമിനെ നാം വെളിവാക്കും, പ്രകടമാക്കും, പ്രദർശിപ്പിക്കും. അവർക്ക് മുന്നിൽ ജഹന്നമിനെ കാണിച്ചു കൊടുക്കും. എങ്ങനെ? എന്നാണ്. അറള തുടങ്ങിയിട്ട് അവസാനിക്കുന്നത് അറള എന്നാണ്. അറള എന്ന് പറഞ്ഞാല് ഉരി കാണിച്ചു കൊടുക്കൽ. നറബ എന്ന് അടിച്ചതാണ്. നറബ ഉരി ആക്കി അടിച്ചതാണ്. അല്ല വാക്കിന്റെ പ്രയോഗം. അറള എന്നാണ്. ഈമാനില്ലാത്ത ആൾക്കാർക്ക് അന്നേ ദിവസം നാം നരകത്തെ ഒരു കാണിച്ചു കൊടുക്കും. ശരിയായ വിധമുള്ള ഒരു കാണിക്കൽ കാണിച്ചു കൊടുക്കും. ബാക്കി ആരാണ് പറഞ്ഞത്? ഈമാനില്ലാത്ത കാരണം അല്ലദീന കാനത്ത് അഅ്യുനുഹും, അവരുടെ കണ്ണുകൾക്ക് മേലുണ്ടായിരുന്ന കണ്ണുകൾ എന്തുണ്ടായിരുന്നു? ഒരു മൂടി വെച്ചിരുന്നു. എന്തിൽ നിന്നാണ് കണ്ണ് മൂടിയത്? എന്റെ ഖുർആനിൽ നിന്ന്. അവിടെ ദിക്ർ എന്ന് പറഞ്ഞാല് എന്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ എന്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. എന്റെ സന്ദേശത്തിന് നേരെ അവരുടെ കണ്ണുകൾക്ക് ഒരു മൂടി വെച്ചിരുന്നു. ബാക്കിയൊക്കെ കണ്ടിരുന്നു. ബാക്കിയൊക്കെ നോക്കിയിരുന്നു. ബാക്കിയൊക്കെ വായിച്ചിട്ടുണ്ട് എല്ലാം. പക്ഷെ ഖുർആൻ മാത്രം കണ്ടിട്ടില്ല. ഖുർആനിലേക്ക് മാത്രം നോക്കിയിട്ടില്ല. ആർക്കാണ് ജന്നാത്തുൽ ഫിർദൗസ്? നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹ് പറയാണ് ജഹന്നമിനെ കാണിച്ചു കൊടുക്കും നാം ചില ആൾക്കാർക്ക്. ആ ജഹന്നമ ഒഴുകി കാണിച്ചു കൊടുക്കുന്ന കാരണം എന്താണ്? എന്റെ സന്ദേശമാകുന്ന ഖുർആനിന് നേരെ അവരുടെ കണ്ണിന് മൂടി വെച്ചിരുന്നു. അത് കേട്ട് മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്തവരാരാണോ അവരാണോ ഖുർആൻ കേട്ട് പഠിക്കാൻ ഖുർആൻ കേൾക്കാൻ കാതുകൾക്ക് തൗഫീഖ് ഉണ്ടായില്ല. അവർക്ക് സാധിച്ചില്ല. ഖുർആൻ കേട്ട് പഠിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കാതുകൊണ്ട് ഉപകാരം ഉണ്ടായില്ല, അവരോട് ഉപകാരം ഉണ്ടായില്ല. അവർക്കാണ് പറയാം
സൂറത്തിലാണ് ജന്നാത്തുൽ ഫിർദൗസ്. കാഫിരീങ്ങൾക്കുള്ളതാണ് പറഞ്ഞത്. അള്ളാഹ് പറയും, എനിക്ക് എൻ്റെ അടിമകളെ എനിക്ക് പുറമെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ വിശ്വാസികൾ? ആരെ പിന്നെ രക്ഷാധികാരിയായി വെച്ചാലും അവരൊക്കെ അള്ളാന്റെ പടക്കളാണ് അല്ലേ? പഠിച്ചോണ്ടെടുത്ത് എത്തില്ല, ഒക്കെ അള്ള പഠിച്ചതാണ്. എന്നിട്ട് അള്ള പറയാം അങ്ങനെ നിഷേധികൾക്കാണ് ചോദിക്കാം, കർമ്മങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞവരെ കുറിച്ചുള്ള വിവരം പറഞ്ഞിട്ട് അമലൊക്കെ എല്ലാ അമലും ബാത്തിലായി, എല്ലാ അമലും ബാത്തിലാക്കി ആൾക്കാരെ കുറിച്ചുള്ള വിവരം പറഞ്ഞിട്ടെ. അമലില്ലായിട്ടല്ല, അമലൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ബാത്തിലായി കളഞ്ഞു. അവരെ കുറിച്ച് പറഞ്ഞു തരട്ടെ. അല്ലെങ്കിൽ നല്ല സാഹചര്യത്തിൽ ഹയാത്തില്ല, അവരുടെ ജീവിതത്തിലെ പ്രയത്നങ്ങൾ വൈകാരിച്ചു. അവർ വിചാരിച്ചു നമ്മൾ ചെയ്യുന്നവർക്ക് നല്ല കാര്യമാണെന്ന് അവർ വിചാരിച്ചു, നല്ലതാണെന്ന് വിചാരിച്ചു. നല്ല കാര്യം അടുത്തറിയ സഹോദരങ്ങളെ, ഖുർആൻ കേട്ടാലും ഖുർആൻ കണ്ടാലും അല്ല ദീനിൽ ഉള്ളതെന്താണ് ഇല്ലാത്തതെന്ന് മനസ്സിലാകുന്നു. പറഞ്ഞ മനസ്സിലായി. കേൾക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്താ കാരണം? അതുകൊണ്ട് ഖുർആൻ അവർക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ദീനുണ്ടെന്ന് അവർക്ക് അറിയില്ല. ദീനെന്ന് പറഞ്ഞ് അവർ ചെയ്ത കാര്യങ്ങൾ അടിത്തറ ചെയ്യുന്നു. ദീന് പ്രമാണബദ്ധമാണ്, ദീനിന് ശക്തമായ പ്രമാണമുണ്ട്. ആ പ്രമാണം അനുസരിച്ച് ദീന് ചെയ്യട്ടെ. അത് പഠിക്കാൻ അവർക്ക് കാര്യം, അത് കണ്ടതിന്റെ കേട്ടതില്ല. അതുകൊണ്ട് എന്തായി, ആൾക്കാർ ചെയ്യുന്ന കൂടെ അവിടെ ഉത്തരം ചെയ്തു. അവസാനം ഒരു വിചാരിച്ചെന്നാൽ ഈ രാജ്യം ഒരു അല്ലാതെ പരലോകത്ത് കിട്ടുന്ന വിചാരിച്ചത് ഉണ്ടായില്ല. കാരണം അമ്മയെ പ്രശ്നമൊന്നും ചെയ്തിട്ടില്ല. ഖുർആൻ ഹദീസുള്ള സംഗതി കാണൂല, ഒക്കെ കിട്ടാത്ത ആൾക്കാർ ഉണ്ടാക്കില്ല. നല്ലതാണെന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്തതൊക്കെ പക്ഷെ എല്ലാ പ്രശ്നപ്പെട്ടു പോയിട്ടുണ്ട്. ഖിയാമത്ത് യാതൊരു സ്ഥാനവും ഒരു അണുമണി തൂക്കത്തിന്റെ കരം പോലും അവരെ പ്രവർത്തനത്തിൽ അള്ളാഹു കൊടുക്കില്ല. കാരണം അവരുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു. റബ്ബിനെ കണ്ടുമുട്ടണം എന്ന ഒരു ബോധം അവർക്കുണ്ടായില്ല. റബ്ബിനെ നമ്മൾക്കല്ല, ഒരാള് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളെയാണ്, ഏറ്റവും വേണ്ടപ്പെട്ട ആളെയാണ് അറിയാം. പക്ഷെ നമ്മൾ സംസാരിച്ച് കുറെ ദിവസമായി, ഫോൺ ചെയ്തിട്ട് കുറെ ദിവസമായി. നമ്മൾ ഫോൺ ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല, മൂപ്പരെങ്കിലും വിളിച്ചാൽ നമ്മൾ കേൾക്കുന്നില്ല. കൂടി വന്ന അമ്മ കട്ടാതെ നമ്മൾ കേൾക്കുകയും കേൾക്കില്ല. അയാളെ നമ്മൾ അടുത്ത ദിവസം കാണും അല്ലേ? വിളിക്കേണ്ടിയും സംസാരിക്കേണ്ടിയിരുന്നു. പക്ഷെ അയാളെ കാണണല്ലോ. ആ കാണുന്ന സമയത്ത് നമുക്ക് മറുപടി ടെൻഷൻ ഉണ്ടാവില്ലേ? നമ്മൾ എന്നും വിളിക്കേണ്ട ഒരാള്, എന്നും സംസാരിക്കേണ്ട ഒരാള് നമ്മളോട് സംസാരിക്കുമ്പോൾ ചെവിയോട് കേൾക്കേണ്ട സംസാരം, അയാൾ സംസാരം ചെവിയോട് കേൾക്കേണ്ട ആളാണ്. നമ്മളതൊന്നും ചെയ്യാതെ ഇരുന്നിട്ട് അങ്ങനെ കുറെ കാലം ജീവിച്ചിട്ട് ആ മനുഷ്യനെ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നിൽക്കണതൊക്കെ ഉണ്ടായിരിക്കും. അതാണ് അള്ളാഹ് പറഞ്ഞത്. റബ്ബിന്റെ ലിഖാ എന്നാണ് റസൂൽ സൂചിപ്പിക്കുന്നത്. പറയുമ്പോൾ വഅദുക്കൽ ഹഖ് വലിഖാഉ ഖൗലുക്കൽ ഹഖ് വലിഖാഉൽ ഹഖ് എന്ന സുജൂദിൽ, രാത്രിസ്കാരത്തിന്റെ സുജൂദിൽ ഖൗലുക്കൽ ഹഖ് വലിഖാഉൽ ഹഖ്, അല്ലാഹുവിന്റെ ഖൗൽ ഹഖാണ്, ഖുർആനാണ്. വലിഖാഉൽ ഹഖ്, നിന്നെ കണ്ടുമുട്ടും സത്യമാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, പ്രവാചകനെ പരിഹസിച്ചു, കളവാക്കി, എന്ന ദൃഷ്ടാന്തങ്ങളെ കളിയാക്കി സ്വീകരിച്ചു. അതൊക്കെ ഒരു രസക്കാരിയൊക്കെയായി, ഒന്നും കൊടുക്കേണ്ട ഗൗരവം കൊടുക്കില്ല. എന്നുള്ള പറയാണ്. എന്നാൽ ഈ അവസ്ഥയിൽ നിന്ന് ആരാണോ മാറ്റം, ഇന്നല്ലതിന് ആമനോ അവരാണ് ഈമാനുള്ള അനുസ്വരത്തിലോ കാലത്തിലോ അവർക്കാണുള്ളത്. അവർക്കാണുള്ളത് സർക്കാരമായി അവർക്കാണുള്ളത്. അവരതിൽ നിത്യവാസികളായിരിക്കും, അതിൽ വിട്ടുമാറാൻ അവർ ആഗ്രഹിക്കുകയില്ല. ഇനി അതിന് ശേഷം പറയുന്നത് ഭഗവാന്റെ കലാമിനെ കുറിച്ചാണ്.
ഖുർആനെ കുറിച്ചാണ് പറഞ്ഞേട്ടാ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇനി ഹദീസ്. ഖുർആനിൽ 2 സ്ഥലത്ത് വന്നിട്ടുള്ള ഫിർദൗസ്. ഇനി ഹദീസിൽ ഒരു 3 സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഖുർആനിലും അല്ലാഹു ചില സ്ഥലത്ത് മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം അത് ഫിർദൗസ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ. അതും കൂടി നമ്മൾ ചേർത്ത് വെച്ചാൽ ജന്നാത്തുൽ ഫിർദൗസ് ആർക്കുണ്ടാകുന്നത്? ആർക്കുള്ളതാണ്? അള്ളാഹുവിന്റെ കലാം പഠിക്കുന്ന ആൾക്കാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉന്നതമായ ദർജയിലേക്ക് നമ്മൾ എല്ലാവരെയും എത്തിച്ചേർക്കണം. ഖുർആൻ പഠിക്കാൻ ഇഷ്ടവും താല്പര്യവും അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. അതിൽ നിന്നുള്ള എല്ലാ തടസ്സവും മനസ്സിലും അള്ളാഹു നീക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റമദാനിൽ ചെയ്ത എല്ലാ അമലുകളും പൂർണ്ണമായ പ്രതിഫലം നൽകി നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. Thank you.